നമസ്കാരം. മലയാള സിനിമ ലോകോത്തര സാങ്കേതിക വിദ്യയുടെ വിജയം നേടിയ സിനിമകളുടെ നിലവാരത്തിലേക്ക് ഉയർന്ന ഒരു സിനിമ ഇപ്രാവശ്യം നമുക്ക് ഓണസമ്മാനമായി കിട്ടിയിരിക്കുന്നു. അതേക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. തുടരുമെന്ന സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ഇട്ടതിന് ശേഷം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും പ്രേക്ഷകരുടെ മുൻപിൽ എത്തുന്നത്. എത്താതിരിക്കാൻ പറ്റാത്തത്ര മികച്ച ഒരു സിനിമ ഇതാ നമുക്ക് കിട്ടിയിരിക്കുന്നു. വേറൊന്നുമല്ല, വേഫെയറർ ഫിലിംസ് നിർമ്മിച്ച ലോക പാർട്ട് 1 ചന്ദ്ര എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അസാധ്യമായ സാങ്കേതിക മികവാണ് ഈ സിനിമയ്ക്ക് പിന്നിലുള്ളത്. ഹോളിവുഡിന്റെ നിലവാരത്തിലേക്ക് മലയാള സിനിമ ഉയർന്നിരിക്കുന്നു ഇതിന്റെ നിർമ്മാണത്തിലൂടെ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ സിനിമയിൽ എടുത്തു പറയത്തക്ക അനേകം ഘടകങ്ങളുണ്ട്. അതിലൊന്ന് അതിന്റെ DOP ആയിട്ടുള്ള നിമിഷ് രവി നിർവഹിച്ച ഗംഭീരമായ വിഷ്വൽസ് ആണ്. ഓരോ വിഷ്വലും രാത്രിയിലും ഓട്ടോറിക്ഷയുടെ ഉള്ളിലും മുകളിൽ നിന്നുമൊക്കെയുള്ള ഓരോ വിഷ്വൽസും യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ നമ്മെ ഞെട്ടിക്കുന്ന ഗംഭീരമായ സാധനങ്ങളാണ്. അതുപോലെ തന്നെയാണ് ജേക്സ് ബിജോയിയുടെ മ്യൂസിക്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളെ കൊണ്ടുപോകുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. അസാധ്യമായൊരു ഹൈ പെർഫോമൻസ് എന്ന് പറയാം. മറ്റൊന്ന് എടുത്തു പറയേണ്ടുന്ന മറ്റൊന്ന് ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ആണ്. ഇത്ര ആഗോള നിലവാരത്തിലുള്ള എഡിറ്റിംഗ് നിർവഹിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട് എന്നത് മലയാള സിനിമയുടെ വലിയ നേട്ടം തന്നെയാണ്. ഒന്നും പറഞ്ഞില്ല, ഈ സിനിമയിൽ തന്റെ സാന്നിധ്യം കൊണ്ട്, സ്ക്രീൻ പ്രസൻസ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കല്യാണി പ്രിയദർശൻ എന്ന നായിക. മറ്റൊരു കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടത്, മലയാള സിനിമ എപ്പോഴും പുരുഷ കേന്ദ്രീകൃതമാണ്, സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സിനിമ വിജയിക്കില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു ഇതുവരെ. ഇനിയത് പറയാനാവില്ല. നായിക പ്രാധാന്യമുള്ള സൂപ്പർമാൻ എന്ന കൺസെപ്റ്റിന് പകരം സൂപ്പർ വുമൺ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണിത്. ഇതിന്റെ സംവിധായകൻ ഡൊമിനിക് അരുണാണ്. കഥയും തിരക്കഥയും അദ്ദേഹത്തോടൊപ്പം സന്ധ്യ ബാലചന്ദ്രൻ കൂടി ചേർന്നാണ് നിർവഹിച്ചിട്ടുള്ളത്. ഈ കഥയും തിരക്കഥയും ഒക്കെ തന്നെ പ്രത്യേകമായ ഒരു ആകർഷണീയത നേടുന്നത് അത് പാശ്ചാത്യവും നമ്മുടെ നാട്ടിലേതുമായ രണ്ട് ധാരകളെ ഒരേപോലെ കൂട്ടിയിണക്കിയിരിക്കുന്നു എന്നതിലാണ്. പാശ്ചാത്യമായ സിനിമകളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ചില അംശങ്ങൾ, നമ്മുടെ മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചില അംശങ്ങൾ ഇതിനെ വളരെ ഭംഗിയായിട്ട് കോർത്തിണക്കിയാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് വാച്ച് ഇൻ എ തിയേറ്റർ എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് വീട്ടിലിരുന്ന് കാണേണ്ടതല്ല. തിയേറ്ററിന്റെ അന്തരീക്ഷത്തിൽ, ഇരുട്ടിൽ, ഗാംഭീര്യത്തിൽ, ശബ്ദത്തിന്റെ മുഴക്കത്തിൽ തന്നെ നമ്മൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ കണ്ട തിയേറ്ററിലെ മുഴുവൻ സീറ്റുകളിലും ആളുകൾ ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന സീനൊക്കെ കാണുമ്പോൾ ചാടിതാ ഇപ്പൊ ചാടി എന്ന് നമുക്ക് തോന്നുന്ന അനുഭവമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമ മലയാള സിനിമ ലോകം അർഹിക്കുന്നുണ്ട്. പറഞ്ഞു പഴകിയ കഥകളല്ലാതെ, സഞ്ചരിച്ചു തേഞ്ഞ പാതകളല്ലാതെ പുതിയൊരു തുടക്കം മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നതിന് ഇതിന്റെ നിർമ്മാതാവായ ദുൽഖർ സൽമാനെയും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ സിനിമ മലയാളത്തിൽ ഒരു പുതിയ തുടക്കത്തിന് കാരണമായിരിക്കുന്നു. ഇനിയുള്ള നാളുകൾ ഈ സിനിമയുടെ തുടർച്ചയുടെ വിജയത്തിന്റെ നാളുകളായിരിക്കും. ഒരിക്കൽ കൂടി ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, ഈ സിനിമയിലെ നസ്ലീൻ നായക വേഷത്തിലുണ്ട്, ചന്തു സലിം കുമാർ ഉണ്ട്, അതേപോലെ വളരെ പ്രധാനപ്പെട്ട പലരും കാമിയോ അപ്പിയറൻസ് ഉണ്ട്, സാൻഡി മാസ്റ്റർ ഉണ്ട്. ഇവരുടെ ഒക്കെ പെർഫോമൻസിനെ പറ്റി പറയാൻ ഒരു ചുരുങ്ങിയ സമയം പോരാ എന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാണേണ്ടുന്ന സിനിമ, തിയേറ്ററിൽ പോയി കാണേണ്ടുന്ന സിനിമ അതാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഗംഭീരം.
സ്പ്ലെൻഡിഡ്